നമസ്കാരം. ഒരിക്കലും മരിക്കരുതെന്ന് മനസ്സിലെങ്കിലും ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ മനുഷ്യർ. ജീവിതം മടുത്തെന്നൊക്കെ തട്ടിവിടുമെങ്കിലും നമ്മൾ ഓരോ സെക്കൻഡിലും എടുക്കുന്ന ശ്വാസം അത് അത്ര സത്യമല്ലെന്ന് തെളിയിക്കുന്നതാണ്. ഒരു മനുഷ്യൻ ഐസ് കട്ടയായി ഉറഞ്ഞു പോയാൽ എന്താണ് സംഭവിക്കുക? ചോദിക്കുന്നത് മാർവൽ സീരീസിലെ ക്യാപ്റ്റൻ അമേരിക്കയുടെ കാര്യമല്ല, നമ്മൾ സാധാരണ മനുഷ്യരുടെ കാര്യമാണ്. രക്തയോട്ടം, ശ്വസനം, ഹൃദയമിടിപ്പ്, തലച്ചോറിൻ്റെ പ്രവർത്തനം എന്നിവ നിലച്ച് ഫലത്തിൽ മനുഷ്യൻ മരിച്ചു പോകും. പക്ഷേ അതിനെ അതിജീവിക്കാൻ നമുക്ക് സാധിച്ചാലോ? എങ്കിൽ നമ്മൾക്ക് മരണത്തെ തന്നെ അതിജീവിക്കാൻ കഴിയും. നമ്മൾ അനശ്വരരായി തീരും. കേൾക്കാൻ നല്ല കൗതുകവും രസകരവുമാണെങ്കിലും ഇക്കാര്യം ഒരാൾക്ക് യഥാർത്ഥത്തിൽ ചെയ്യാൻ സാധിക്കും. മനുഷ്യനല്ല, മറിച്ച് ഒരു തവളയാണ് ഇവിടുത്തെ ക്യാപ്റ്റൻ അമേരിക്ക. അമേരിക്കയിലെ അലാസ്കയിലെ വുഡ് ഫ്രോഗ് എന്ന തവളകൾ ഒരു ഐസ് കട്ടയായി ഉറഞ്ഞു പോകും. അവയുടെ ഹൃദയമിടിപ്പും രക്തയോട്ടവും ശ്വസനവും നിലച്ച് അവ ഒരു മഞ്ഞുകട്ടയായി മാറും. ഈ സമയത്ത് നിങ്ങൾക്കതിനെ വാരിയെടുക്കാം, അത് ചലിക്കില്ല. മഞ്ഞുകാലം കഴിയുന്നതുവരെ അവ ഒരു മഞ്ഞുകട്ടയായി തന്നെ തുടരും. 7 മാസത്തോളം മഞ്ഞുകട്ടയായി ജീവിക്കുന്ന ഇവ മഞ്ഞുകാലം കടന്നുപോയാൽ ഇവയെ പൊതിഞ്ഞിരിക്കുന്ന മഞ്ഞുകട്ടകൾ അലിഞ്ഞ ശേഷം അത്ഭുതകരമായി ജീവിതത്തിലേക്ക് തന്നെ തിരിച്ചു വരികയും ചെയ്യും. ഒരു ഐസ് കട്ടയായി മാറിയാലും മരവിക്കുന്ന ഈ തവളയെ സംരക്ഷിക്കുന്നതിന് അവയുടെ ശരീരത്തിൽ സംഭവങ്ങളുടെ ഒരു കൂട്ടം പ്രക്രിയകൾ തന്നെ സംഭവിക്കുന്നുണ്ട്. ചർമ്മത്തിൽ ഐസ് രൂപം കൊള്ളാൻ തുടങ്ങി മിനിറ്റുകൾക്ക് ശേഷം വുഡ് ഫ്രോഗ് തവളകളുടെ കരളിലെ ഗ്ലൈക്കോജനായി സൂക്ഷിച്ചു വച്ചിരിക്കുന്ന ഷുഗറിനെ ഗ്ലൂക്കോസാക്കി മാറ്റാൻ തുടങ്ങുന്നു. ഈ ഷുഗർ കരളിൽ നിന്ന് പുറത്തുവിടുകയും രക്തത്തിലൂടെ ഓരോ കോശജാലങ്ങളിലേക്കും കൊണ്ടുപോകുകയും ചെയ്യുന്നു. ഇത് കോശങ്ങളെ പൂർണ്ണമായും നിർജ്ജലീകരണം ചെയ്യാതിരിക്കുവാനും ചുരുങ്ങാതിരിക്കുവാനും സഹായിക്കുന്നു. വുഡ് ഫ്രോഗ് മരവിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഹൃദയം ശരീരത്തിന് ചുറ്റും സംരക്ഷണ ഗ്ലൂക്കോസ് പമ്പ് ചെയ്യുന്നത് തുടരുന്നു. പക്ഷേ തവളയുടെ ഹൃദയം പതിയെ മന്ദഗതിയിലാവുകയും ഒടുവിൽ നിലയ്ക്കുകയും ചെയ്യും. മറ്റെല്ലാ അവയവങ്ങളുടെ പ്രവർത്തനവും നിലയ്ക്കുന്നു. ശ്വസനം നിലയ്ക്കുന്നു. തവള ഓക്സിജനും ഉപയോഗിക്കുന്നില്ല. തവള അക്ഷരാർത്ഥത്തിൽ മരിക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ മരവിക്കുന്നതിൻ്റെയും ഉരുകുന്നതിൻ്റെയും ചക്രങ്ങൾക്ക് വിധേയമാകുന്നത് കൊണ്ട് ഈ തവളകൾക്ക് ഇതുപോലുള്ള കടുത്ത ശൈത്യകാലങ്ങളെ അതിജീവിക്കാൻ കഴിയും. കാലാവസ്ഥ ചൂടാകുമ്പോൾ ഐസുകട്ടയായ തവള ഉരുകുന്നു. ശേഷം തവളയുടെ ശരീരം സ്വയം ഒരു നന്നാക്കൽ പ്രക്രിയയിലൂടെ അഥവാ ഒരു ജീർണോദ്ധാരണ പ്രക്രിയയിലൂടെ കടന്നു പോകുന്നു. ആദ്യം ഐസിൽ നിന്നും പുറത്തെത്തുമ്പോൾ ഈ പ്രക്രിയ മന്ദഗതിയിലായിരിക്കും. ശരീരത്തിന് കേടുവന്ന ചില കോശങ്ങളെ മാറ്റി സ്ഥാപിക്കേണ്ടതുണ്ട്. ഇതിൽ അതിശയിപ്പിക്കുന്ന കാര്യമെന്തെന്നാൽ നിലച്ച ഹൃദയമിടിപ്പ് വീണ്ടും ആരംഭിക്കാൻ ഈ തവളകൾക്ക് എന്താണ് ആജ്ഞ നൽകുന്നതെന്ന് കണ്ടുപിടിക്കാൻ ശാസ്ത്രജ്ഞർക്ക് ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. അവർക്ക് അതിപ്പോഴും അജ്ഞാതമാണ്. ഈ തവളയുടെ ശരീര സംരക്ഷണ സംവിധാനങ്ങളെക്കുറിച്ച് ഗവേഷകർ ഇപ്പോഴും പഠിച്ചുകൊണ്ടേയിരിക്കുന്നു. ഈ തവളകൾ അവയുടെ മൂത്രത്തിൽ നിന്ന് പുറന്തള്ളുന്ന യൂറിയ എന്ന മാലിന്യവും അവയെ മരവിക്കുന്നതിൽ നിന്നും അതിജീവിക്കാൻ സഹായിക്കുന്നുണ്ടെന്ന് അടുത്തിടെ ഗവേഷകർ കണ്ടെത്തിയിരുന്നു. സാങ്കേതിക വിദ്യകൾ വളരെ വേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഈ അടുത്ത കാലത്തൊന്നും മരവിക്കപ്പെട്ട് മനുഷ്യൻ അതിജീവിക്കാൻ പോകുന്നില്ല എങ്കിലും ഭാവിയിൽ മനുഷ്യ ശരീരം ഇതുപോലെ വളരെ കാലം ജീവനോടെ സൂക്ഷിക്കുവാനും മനുഷ്യ അവയവങ്ങൾ അവയവമാറ്റത്തിനായി കൂടുതൽ കാലം സംരക്ഷിക്കാനും വുഡ് ഫ്രോഗ് തവളയുടെ ഈ രീതികൾ പഠിക്കുന്നത് സഹായകമാകുമെന്നാണ് ഗവേഷകർ കരുതുന്നത്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. പവേർഡ് ബൈ ജ്യോതിസ്. Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Attigal Ambalathara, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyothis Building Promoters Private Limited, Thiruvananthapuram.